നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുമെന്നും അപേക്ഷിക്കുന്നവനെ ദൈവം ഉപേക്ഷിക്കില്ലെന്നും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കാതുകളിൽ എത്തുമെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു സംഭവം ദൈവവചനത്തിൽ നിന്ന് ഓർക്കുകയാണ്. അതാണ് ഇന്നലെ എൻ്റെ പ്രാർത്ഥനയിൽ കർത്താവിനോട് സംസാരിച്ചത്. ഈ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പം ഒരു സന്ധ്യയുടെ യാമത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എഴുന്നേൽക്ക, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ പടകുമായി യേശുവിനെയും കൂട്ടിക്കൊണ്ട് യാത്ര തിരിച്ചു. എന്നാൽ ആ കടലിൻ്റെ ഏകദേശം ഒത്ത നടുക്കെത്തിയപ്പോൾ ആ അർദ്ധരാത്രിയിൽ വലിയ കൊടുങ്കാറ്റടിച്ചു. കാറ്റടിച്ചത് കൊണ്ട് തിരയിളകി, വള്ളത്തിനകത്തേക്ക് വെള്ളം തള്ളിക്കയറി. ഭയങ്കര കൊടുങ്കാറ്റ്. സത്യത്തിൽ ഈ ശിഷ്യന്മാർ എത്രയോ വർഷങ്ങളായിട്ട് അവർ മീൻ പിടിക്കുന്ന മുക്കുവരാണ്. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർക്കുള്ളത്. ഒരു സാധാ കാറ്റിൻ്റെയോ തിരയുടെയോ ഒന്നും മുൻപിൽ അവരെങ്ങനെ വറീഡാകുന്നവരല്ല. പക്ഷെ ആ കാറ്റിൻ്റെ മുൻപിൽ, ആ തിരയുടെ മുൻപിൽ അവർ തകർന്നുപോയി. അവരുടെ അകത്തൊരു മരണഭയം കയറി. അതുകൊണ്ടാണ് അവർ നിലവിളിച്ചത്. മർക്കോസ് 5-ൽ എഴുതിയിരിക്കുന്നു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നാഥ, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും മരണപ്പെടാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, ആ വലിയ കൊടുങ്കാറ്റുകളുടെ ശബ്ദത്തിന്, ആ കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാര ചൂളം വിളിക്ക് യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല. യേശു ഉണർന്നില്ല. കാറ്റടിച്ച് തിര ഇളകി, വള്ളത്തിനകത്ത് കയറി. അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന കർത്താവിൻ്റെ, എൻ്റെ ഒരു ഇമാജിനേഷനാണേ, ആ ഉപ്പുവെള്ളം, ഉപ്പിൻ്റെ ഉപ്പുവെള്ളം കർത്താവിൻ്റെ മുടിയിലും ശരീരത്തിലും ഒക്കെ ഒഴുകിക്കയറി. വെള്ളം ഒഴിച്ചാൽ ആരാ ഉണരാതെ? പക്ഷേ ആ തള്ളിക്കേറിയ തിരകൾക്ക് കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. കൊടുങ്കാറ്റുകളുടെ ഹുങ്കാര ശബ്ദങ്ങൾക്ക്, ചൂളം വിളികൾക്ക് യേശുവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ തൻ്റെ ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ, അതിൻ്റെ മധ്യയിൽ തൻ്റെ ശിഷ്യന്മാർ കരഞ്ഞപ്പോൾ, ആ നിലവിളിയുടെ ശബ്ദം, അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം കർത്താവിനെ എഴുന്നേൽപ്പിച്ചു.